വേറെ ഒരു പള്ളിയുണ്ടാക്കി ഉമ്മത്തിനെ രണ്ടാക്കാൻ നോക്കിയാൽ നിന്റെ ഉപ്പയോട് പ്രതികാരം ചെയ്യാനല്ല മോനെ അള്ളാഹുവിന്റെ ദൂതനായ ഞാൻ നിയോഗിക്കപ്പെട്ടത്. ബൽന തറഹമു, നിന്റെ വാപ്പയോട് നാം കരുണ കാണിക്കുകയാണ്. വനസ്ബിറു അലാ അബീക്, നിന്റെ വാപ്പയോട് ഞാൻ ക്ഷമ പാലിക്കുകയാണ്. അബ്ദുല്ലാ, കൊല്ലരുത്, വാപ്പയെ വധിച്ചു കളയരുത്. പക്ഷെ അതിന് തയ്യാറായിരുന്നു മകൻ. ഇസ്ലാമിക വിഷയങ്ങളിൽ എടുത്ത സമയങ്ങളിൽ വളരെ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ, ഒരു ഹൈന്ദവ പണ്ഡിതൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളിൽ ആയത്തുകളിൽ 200ഓളം ആയത്തുകൾ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആയത്തുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളെ ശരിയാമണ്ണം മനസ്സിലാവാതെ വന്നപ്പോ അങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു. ഇസ്ലാമിലെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയണമെന്ന് ഒരുപാട് ആളുകൾ പ്രതികരിച്ചു, ഒരുപാട് പണ്ഡിതന്മാർ പ്രതികരിച്ചു. ഖാതലയും ഖതലയുമുണ്ട് ഖുർആനിൽ, വഖ്തുലു എന്നുണ്ട്, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു ലില്ലാഹ് കുല്ലുഹു ലില്ലാഹ്. ഖാതലയുണ്ട് ഖതലയുണ്ട്. ഖാതല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നാണ് മലയാളത്തെ അർത്ഥം കൊടുക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുക്കാൻ പറ്റൂ, ഫൈറ്റ് അഗൈൻസ്റ്റ് ദം, അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുക. പക്ഷെ അറബിയിൽ ഖാതല എന്ന് പറയുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്ന ആളോട് അങ്ങോട്ട് പ്രതികരിക്കുന്നതിനാണ് ഖാതല എന്ന് പറയാ. സൂറത്തുൽ തൗബയിലെ, സൂറത്തുൽ ബറാഅത്തിലെ 100 കണക്കിന് ആയത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ധർമ്മസമരം ചെയ്യാൻ പറഞ്ഞത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളോടാണ്. പക്ഷെ അതിന്റെ മലയാളം നോക്കി യുദ്ധം ചെയ്യാനേ കാണൂ. അറബ് ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കണമെങ്കിൽ അറബിലെ ബലാഗത്ത് അറിയണം, മഅനി അറിയണം, മുഹസ്സിനാത്ത് ലഫ്ളി അറിയണം, മഅനവി അറിയണം, നഹ്വും സർഫും പഠിക്കണം, ഫിഅലുകളുടെ വസ്നുകൾ അറിയണം, അതിന്റെ സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തുൽ മഅന, ലുഗത്തിന്റെ ഖവായിദുകൾ പഠിക്കണം. ഇതൊന്നും അറിയാതെ ഭാഷപ്പെടുത്തുമ്പോൾ വന്നൊരു അപകടമാണത്. ഏതൊരു ഹൈന്ദവ സുഹൃത്തിനെയും നമ്മൾ തെറ്റിദ്ധരിക്കുകയല്ല, അവർക്ക് അങ്ങനെയാണ്, അവർ കണ്ട പരിഭാഷകൾ അങ്ങനെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് മുഴുവനും വഖ്തുലു എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് കരാറു ലംഘിച്ച് മുസ്ലിമീങ്ങളോട് മക്കയിൽ യുദ്ധം ചെയ്യാൻ വന്ന ആളുകളോടാണ് യുദ്ധക്കളത്തിൽ കണ്ടാൽ അവരെ വിടരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെയല്ലേ? ബാക്കിയൊക്കെ ഖാതിലൂഹും, ഖാതല, രണ്ടാള് നിൽക്കുമ്പോഴാണ് ഖാതല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങൾക്കാണ് ഖാതല. മലയാളത്തിൽ യുദ്ധം ചെയ്യാന്ന് പറയാൻ പറ്റൂ, പക്ഷെ അറബിയിലെ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഖാതല, ഖതല എന്നല്ല, ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരോട് തിരിച്ചു പ്രതികരിക്കുക. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കണ്ടവരെ മുഴുവനും കൊല്ലാനാണ് അള്ളാഹുവിന്റെ നിയമമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ ഒരു പരിചാരകൻ, ഒരു ഖാദിമ, ഒരു യഹൂദിയായിരുന്നു. കാന യഖ്ദുമുഹു ഗുലാമുൻ യഹൂദിയുൻ, ജൂതനായ ഒരു ചെറുപ്പക്കാരൻ ഹബീബിന്റെ ഖാദിമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നബിയുടെ അയൽവാസി ജൂതനായിരുന്നു. ഹബീബിന്റെ വാള് നബി തങ്ങൾ കടം വാങ്ങിയിട്ട് പകരം കൊടുത്തിട്ടുണ്ട്. മർഹൂനായിരുന്നു ഹബീബ്. വഫാത്താകുമ്പോൾ മോർഗേജിലാണ്, പലിശക്ക് കൊടുത്തതല്ല. ഒരൽപ്പം ഷഈർ, ബാർലി വാങ്ങാൻ പൈസ ഇല്ലാതെ വന്നപ്പോ എന്റെ വാള് നീ പിടിച്ചോ, ഒരൽപ്പം ഭക്ഷണം എനിക്കിതാ, പൈസ ഞാൻ തരാം എന്ന് ഗ്യാരണ്ടിക്ക് വേണ്ടി ഹബീബിന്റെ വാള് പണയപ്പെടുത്തിയിരുന്നു. പലിശക്കല്ല പണയപ്പെടുത്തിയത്, ഗ്യാരണ്ടിക്ക് വേണ്ടി. ആരുടെ അടുത്ത്? ഇന്ദ യഹൂദിയിൻ, ജൂതന്റെ അടുത്ത്. അതിന്റെ അർത്ഥം എന്താണ്? ഹബീബ് അവിശ്വാസികളുടെ കൂടെ, മുസ്ലിമല്ലാത്ത സമൂഹത്തിന്റെ കൂടെ സമാധാനപരമായി ജീവിച്ച നബിയാണ്. പക്ഷെ യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് നിയമമുണ്ട്. യുദ്ധം ചെയ്യാൻ വരുന്നവരോട് ഒളിഞ്ഞു കൊല്ലാനല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിൽ നടന്ന എല്ലാ യുദ്ധവും ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരോടുള്ള പ്രതികരണമായിരുന്നുവല്ലോ. എല്ലാ യുദ്ധവും ഹബീബ് സംബന്ധിച്ച 9ഓളം ഗസ്വത്തുകൾ പ്രധാനപ്പെട്ടവ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നതിന് അങ്ങോട്ട് പ്രതികരിച്ചു. അതിനാണ് ഖുർആൻ ഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യുക എന്ന മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്ന വാക്ക് ഇങ്ങോട്ട് വന്നവരോട് പ്രതികരിക്കുക എന്നാണ്. അതിന്റെ ശരിയായ അർത്ഥം അറബ് ഭാഷ പഠിച്ചാൽ മനസ്സിലാവും. മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി വഖദ്ദസല്ലാഹു സിറഹ്
വിശുദ്ധമായ ഖുർആൻ മറ്റു ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഖുർആനിന്റെ ഇജാസ് ചോർന്നു പോകുമോ, ഖുർആനിന്റെ ശരിയായ മാനകൾ ആളുകൾക്ക് മനസ്സിലാകാതെ വരുമോ എന്ന് പേടിച്ചിരുന്നു മഹാനായ ശംസുൽ ഉലമ. അതിന്റെ കാരണം എങ്ങനെയാണ്? കാരണം ഇതുപോലെയുള്ള വാക്കുകൾ വരുമ്പോ യുദ്ധം ചെയ്യാന്നാ പറയാ. അപ്പൊ അതിനർത്ഥം യുദ്ധം ചെയ്തോളൂ എന്നാണോ? ഒരു ഹാക്കിമിന്റെ കീഴിൽ, ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് ഇങ്ങോട്ട് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ മാത്രം തിരിച്ചു പ്രതികരിക്കാനായിരുന്നു അല്ലാഹുവിന്റെ ആജ്ഞ. അങ്ങനെ ഒരുപാട് ആയത്ത് ഖുർആനിലുണ്ട്. അത് യുദ്ധക്കളത്തിലെ നിയമമാണ്. യുദ്ധം ചെയ്യുമ്പോ ഖാതിലൂഹും ഹൈസു ഖ്തുലൂഹും ഹൈസു തഖിഫ്തുമൂഹും, എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നോളൂ, ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് കൊന്നോളൂ എന്നല്ലാതെ അവിശ്വാസികളെ കൊല്ലാൻ പറഞ്ഞ ഗ്രന്ഥമല്ല റഹ്മത്തുല്ലിൽ ആലമീൻ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ. ഹബീബിന്റെ ജീവിതം അതിന് തെളിവാണ്, ഇസ്ലാമിക ചരിത്രങ്ങൾ അതിന് തെളിവാണ്. ഇക്കാലം അത്രയും ഇസ്ലാമിക ലോകം മനസ്സിലാക്കി പോന്ന അർത്ഥവും അങ്ങനെയാണ്. തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ വചനങ്ങൾ അപാരമാണ്. അത് അടർത്തി മാറ്റാൻ പാടുള്ളവയല്ല. ഓരോരോ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം അള്ളാഹുവിന്റെ നിയമങ്ങളാണത്. യുദ്ധം നടക്കുന്നിടത്ത് നിയമം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ്? അബ്ദുല്ലാ, നിന്റെ ഉപ്പയെ നമ്മൾ കൊല്ലുകയല്ല, നിന്നെ കൊല്ലാൻ ഏൽപ്പിക്കുകയുമല്ല, നിങ്ങളതിന് റെഡിയാണ്. എന്നാലും നിന്റെ വാപ്പയുടെ എല്ലാ ദുൽമും ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ്. നിന്റെ വാപ്പയെ ഞങ്ങൾ സഹിച്ചോളാം, അബ്ദുള്ള കൊല്ലരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്ത സ്വഹാബത്ത് നബിയുടെ കൂടെയുണ്ട്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു ഉഹദ് യുദ്ധത്തെക്കുറിച്ച്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു മാ ഫീ ജിസ്മി മൗദിഉ ശിബ്രിൻ ഇല്ലാ ദുരിബ യൗമ ഉഹദ്. ഉഹദിന്റെ ദിവസത്തിൽ വെട്ടുകൊള്ളാത്ത ഒരു ഭാഗവും എന്റെ ശരീരത്തിലില്ല എന്ന് പറഞ്ഞ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു.